ഹലോ, ഇന്നത്തെ വീഡിയോ ഹോം ടൂറാണേ. അപ്പോൾ ഇതാണ് വീട്ടിലേക്ക് വഴി. ഒരു ചെറിയ വഴിയാണേ, നിറയെ ചെടികളൊക്കെ ഉള്ള ഒരു വീടാണ്. അപ്പം ആദ്യം ഇതിലേറെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കുറേയൊക്കെ കട്ടായി പോയി. പിന്നെ വീടിനകത്തുള്ള ഒരു പയറാണ്. ഈ പയർ ആരുടെയും വീട്ടിലുണ്ടാവും, ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ചതുരപ്പയർ എന്നൊക്കെ പറയും. ഭയങ്കര വിറ്റാമിൻസും പിന്നെ നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പയറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഒരൊറ്റ തൈയാണിത്, നിറയെ കായകളുണ്ടാകും. അപ്പം ഒരു വീട്ടിൽ 2-4 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം പറിക്കാനായിട്ട് തന്നെ കിട്ടും. നിറയെ കായകളുണ്ടാകും, നമ്മുടെ ബീൻസിൻ്റെയൊക്കെ പോലെ നിറയെ ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പയറിന് എന്താണ് പറയുക? പിന്നെ വേറൊരു സവിശേഷത ഉണ്ടോ, അത് ടെറസിൻ്റെ മേളിലുള്ള ഒരു വള്ളിച്ചെടിയാണ്. നിറയെ പൂവുണ്ട്. ഇതിങ്ങനെ കൈവേലിയിലൂടെ പടർത്തിയിരിക്കുക. അപ്പം ഇത് നമുക്ക് അതുകൊണ്ട് കണ്ടോ, അതിൻ്റെ മേളിൽ ഞാൻ കാണിച്ചു തരാവേ. നല്ല രസമാണ് കാണാൻ. നമ്മുടെ വൃക്ഷമൊക്കെ കുറച്ച് ഇപ്പുറത്ത് നിൽക്കും, പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് അങ്ങനെ കണ്ടോ ഇങ്ങനെ കാണിക്കാം. പിന്നെ ഞാൻ കാണിച്ചു തരാമേ, ഒന്നും കൂടെ അടുത്ത് കാണിച്ചു തരാം. അതുകൊണ്ടോ ഇങ്ങനെ പോകുന്നുണ്ട്, താഴത്തെ വഴി കാണുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഇതൊരു സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കൊഴിഞ്ഞ് പോകും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇങ്ങനെ അമ്മ കോവയ്ക്കയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് നമുക്ക് ഇതാക്കണ ഒരു പയറുണ്ട്. ഇതൊരു അമരപ്പയർ തന്നെയാണ് കേട്ടോ. ഇതൊരു വയലറ്റ് കളറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇത് അതുപോലെ കൊലകൊലയായിട്ട് ബീൻസിൻ്റെയൊക്കെ പോലെ അങ്ങനെ കൊലകൊലയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് ഈ പയറും മറ്റേ അമരപ്പയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരാഴ്ചയിൽ നമുക്കൊരു 4-5 പ്രാവശ്യമൊക്കെ പറിക്കാനായിട്ടുണ്ടാവും, നിറയെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഒരു പാലറ്റ് പയറാണ്. അമരപ്പയറിൻ്റെ ഒരു ചെറിയ ടൈപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മളത് സ്ഥിരമായിട്ടുണ്ടാകുമ്പോൾ നമുക്കത് കഴിച്ച് അങ്ങ് മടുക്കും. ഇതുണ്ടോ, ശ്രീകുട്ടി അത് ഇരുന്ന് പറിക്കുകയാണ്, ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.